ഗൈസ്, ഇതപ്പോൾ നമ്മുടെ ഡിസ്പാസിയോൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി മോഡുലാർ കിച്ചണാണ്. നമ്മളിത് ചെയ്തു കൊടുത്തിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ കോലേഴിയിലുള്ള പ്രജിത് സാറിനും ലയ മേഡത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മനോഹരമായിട്ടുള്ള മോഡേൺ കിച്ചൺ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഇവിടെ സൈറ്റ് വിസിറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിച്ചൺ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. കൺജസ്റ്റഡും ഒപ്പം തന്നെ ഇവിടെ ഒരു വാളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ വാള് ഡിമോളിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഈ കിച്ചൺ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു വൈഡ് കിച്ചൺ ആയിട്ടും അത് കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ് സാറിന് വേണമെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ള 2D 3D എല്ലാം വെച്ച് സാറിൻ്റെ ഐഡിയാസും നമ്മുടെ ഐഡിയാസും വെച്ച് ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കിച്ചൺ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. സാറിന്റെ പിന്നെ വേറൊരു സജഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിച്ചൺ കുറച്ചും കൂടി സ്പേഷ്യസ് ആവും വേണം. ഒപ്പം തന്നെ ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സാറിൻ്റെ ഒരു സജഷൻ ആയിരുന്നു, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുക്കണമെന്ന്. സോ നമ്മൾ ഒരു കോർണർ സൈഡിൽ നമ്മളപ്പോൾ ഒരു ഫോൾഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൂടി നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. 100% സാറ്റിസ്ഫാക്ഷൻ ആണ് ഞങ്ങൾക്ക്. കാരണം ഇതുപോലെ സ്റ്റാർട്ടിംഗ് തൊട്ട് നമ്മൾ കസ്റ്റമൈസേഷൻ ആയിരുന്നു മെയിനായിട്ട്. നമ്മുടെ ഓരോ റിക്വയർമെന്റ് വിനുബ്രോനോട് പറയുന്നു. വിനുബ്രോ അതിനനുസരിച്ച് നമുക്ക് കുറേ ഓപ്ഷൻസ് തന്നു. അവസാനം നമ്മൾ അതിന് സെലക്ട് ചെയ്ത് കളർ ചൂസ് ചെയ്തു. ആദ്യം നമ്മൾ മൈക്ക് വേണോ അക്രൈലിക് വേണോ എന്നായിരുന്നു. പിന്നെ അക്രൈലിക് സെലക്ട് ചെയ്തു, പിന്നെ കളറ്, പിന്നെ നമ്മൾ അതിൻ്റെ അനുസരിച്ച് ഓരോ ആക്സസറീസ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് 3D നമുക്ക് കിട്ടി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 3D കിട്ടിയതും ഔട്ട്പുട്ടും രണ്ടും വെച്ച് നോക്കിയാൽ എക്സാക്ട്ലി സെയിം ആണ്. ഞാൻ വൈഫും ബാങ്കറാണ്. അപ്പം ഞങ്ങൾക്ക് ഫുൾ ടൈം ഇതിനോട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ വിനുബ്രോ കാലത്ത് 9 മണിക്ക് വരും. ഡിസ്പോസിൻ്റെ ഭാഗത്ത് നിന്ന് ഭയങ്കര ഒരു എന്താ പറയണ്ട ആ ഡെഡിക്കേഷൻ അവർ എടുത്ത് പറയേണ്ടതാണ്. കാരണം എൻ്റെ അഭാവത്തിലും ഫോൺ വിളിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഓരോ ഓപ്ഷൻസ് എടുത്തിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ അവൻ്റെ വർക്ക് മാത്രമല്ല, അതിലിപ്പോൾ ടൈലിംഗ് വർക്ക് ഉണ്ടായിരുന്നു, ഇലക്ട്രിക്കൽ വർക്ക് ഉണ്ട്, പ്ലംബിംഗ് വർക്ക് ഉണ്ട്, അങ്ങനെ കുറച്ചധികം വർക്ക് കോർഡിനേറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അപ്പോൾ ഞാനും കൂടിയും എനിക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇടപെടാൻ പറ്റില്ല, ഫോൺ കോൾ ചില സമയത്ത് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ പറയുന്ന സാഹചര്യത്തിലൊക്കെ വിനുബ്രോ കണ്ടറിഞ്ഞ കാര്യങ്ങൾ എല്ലാതും കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് 100% ഞാൻ ഡിസ്പെസിയോനെ റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം ഫസ്റ്റ് സൈറ്റ് വിസിറ്റ് തൊട്ട് അതിന്റെ 2D 3D പിന്നെ നമ്മൾ ബഡ്ജറ്റ് ഫിക്സ് ചെയ്യേണ്ട, ഈവൻ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ എടുത്ത് പറയേണ്ടതാണ്. കാരണം ബഡ്ജറ്റ് നമ്മൾ ഫിക്സ് ചെയ്തെന്നുള്ള ഒരു എമൗണ്ട് 1 രൂപ പോലും കൂടിയിട്ടില്ല. അത് വിനുബ്രോന്റെ ഭാഗത്തുനിന്ന് ഡിസ്പെസിയോന്റെ ഭാഗത്തുനിന്നുള്ള ഒരു, കാരണം ഇപ്പോൾ നമ്മൾ ഇന്റീരിയേഴ്സ് അറിയാം, അവർ ആ ചാർജ് ഈ ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് എമൗണ്ട് കൂടി പോകും. പക്ഷേ ഇത് നമ്മൾ ഫിക്സ് ചെയ്ത ബഡ്ജറ്റ് ആ കോൺട്രാക്റ്റിൽ എന്താണോ എക്സാക്ട്ലി അത് തന്നെയാണ് അവർ ഡെലിവറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇന്റീരിയർ ചെയ്യാനായിട്ട് ആരെങ്കിലും താല്പര്യമായിട്ട് അവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫോൺ കോൾ വിനുവിനെ വിളിക്കുക, ഡിസ്പെസിനെ വിളിക്കുക, സൈറ്റ് വിസിറ്റ് എടുത്താൽ അവരൊരു എസ്റ്റിമേഷൻ എടുക്കുക. വർക്കിന്റെ കാര്യത്തിൽ എന്തായാലും 100% അവർ 100% സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. എക്സാമ്പിളാണ് ഈ കിച്ചൺ. ഞങ്ങൾ ഭയങ്കര ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആയിരുന്നു, ചെറിയൊരു കിച്ചൺ ആയിരുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായും അത് 100% ഡിസ്പെസിയോന്റെ വിജയം തന്നെയാണ്. ഞാൻ 100% എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു.